അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കൊണ്ടാട്ടം മുളക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അത് ഞാനല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ ജ്യേഷ്ഠത്തിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഉണ്ട മുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വേണ്ടത് മോര്, കുറച്ച് കട്ടിയുള്ള മോരാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.5 ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട്. മുളക് ഒരു 35 മുളകൊക്കെ ഉണ്ടാവും. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ നമ്മൾ മോര് ഒന്ന് ഉപ്പിട്ടിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കൂടുതലായിട്ട് നിൽക്കണം. എന്നാൽ വല്ലാണ്ട് കൂടി പോകണ്ട. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര ഉപ്പായിരിക്കും, അത്രയ്ക്കൊന്നും വേണ്ട. എന്നാൽ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഓരോ മുളക് എടുത്ത്, അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച മുളകാണെന്നുണ്ടെങ്കിൽ നന്നായി ഒന്ന് കഴുകി ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞെടുക്കുക. അതിന് ശേഷം ഇതേപോലെ കത്തി കൊണ്ട് ചെറുതായി ഒന്ന് വരഞ്ഞു കൊടുക്കുക. അത് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മോര് അതിൻ്റെ ഉള്ളിൽ നന്നായി കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുളകിന് നല്ല എരിവും മോരിൻ്റെ പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഇതെല്ലാം വരഞ്ഞതിന് ശേഷം മോരിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മോരിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ ഒരു ഉച്ച നേരത്താണ് കേട്ടോ അത് ചെയ്യുന്നത്. അപ്പോൾ പിറ്റത്തെ ദിവസം രാവിലെയാണ് പിന്നെ എടുത്ത് വെയിലത്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടച്ച് മൂടി അവിടെ വെക്കാം. പിറ്റത്തെ ദിവസം രാവിലെ നമുക്ക് ഇത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ തുറന്നിട്ട് നമുക്കൊരു പരന്ന പാത്രത്തിൽ വെച്ച് ഒന്ന് വെയിലത്ത് ഉണക്കാൻ വെക്കാം. അപ്പോൾ നമ്മളിത് ഉണക്കാൻ വെക്കും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ വെയിലൊക്കെ പോയി കഴിയുമ്പോൾ വീണ്ടും കൊണ്ടുവന്ന് മോരിലിടും. അങ്ങനെ നമ്മൾ ഈ മോര് തീരുന്നവരെ നമ്മളിതുപോലെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പരത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ നിരത്തി വെയിൽ കൊള്ളാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ കൊണ്ടുവന്ന് വീണ്ടും മോരിലിട്ട് വയ്ക്കാം. അങ്ങനെ നമ്മൾ ഈ മോര് തീരോളം നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മോര് ഇതിൽ പിടിച്ച് മുളക് ഉണങ്ങി വരുന്നതനുസരിച്ച് നമ്മുടെ മുളകിന് കളർ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതേപോലെ വെള്ള കളറ് കണ്ട കളർ മാറിയിട്ട് വരുന്നുണ്ട്. പച്ച കളറൊക്കെ പോയി ഇതുപോലെ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് മോരും കൂടി അടിയിലുണ്ടായിരുന്നു, അതിലും കൂടി നമ്മൾ ഇതുപോലെ കുഴച്ച് രാത്രിയായപ്പോൾ വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് നമുക്കിത് നിരത്തി വെയിലത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെയിലത്ത് വെച്ച് നന്നായി ഇനി ഉണക്കി ഇതേപോലെ ക്രിസ്പാവുന്ന രീതിയിൽ ഉണക്കിയെടുക്കണം കേട്ടോ. എന്നാലും നമ്മളിത് തണുക്കാതെ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം കേടുകൂടാണ്ടിരുന്നോളും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യേണ്ട. എണ്ണ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു നല്ലൊരു ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവർക്കും അറിയുന്നത് തന്നെയാവും. എല്ലാവരും ഇപ്പം നമ്മൾ സദ്യയൊക്കെ കഴിക്കുമ്പോഴൊക്കെ ഇത് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ കൊണ്ടാട്ടം മുളക് എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിലുണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഭയങ്കര ഉപ്പായിരിക്കും. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ കുറച്ച് നമുക്ക് പാകത്തിനാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം നേരത്തെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്